വെൽക്കം ബാക്ക് ടു ഇലക്ട്രോ മറൈൻ മാനിയ. ഓസ്ട്രിയയുടെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രോ മറൈൻ മാനിയ ഇപ്പോൾ നിൽക്കുന്നത് ഓസ്ട്രിയയിലാണ്. ഓസ്ട്രിയയിലേക്കുള്ള വെർട്ടിക്കൽ ഒരു വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഹാൾസ്റ്റാറ്റിലേക്കാണ്. വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യചാരുതയാണ്. റിഫ്ലക്റ്റീവും വളരെയധികം ഹെൽപ്ഫുള്ളുമായിട്ടുള്ള സൈൻ ബോർഡുകളെല്ലാം റബ്ബറൈസ്ഡ് കോൺക്രീറ്റ് റോഡ്സ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഗട്ടർ ഇല്ല, എന്നാൽ ചെറിയ മുഴപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം റിപ്പയറിങ് മെയിൻ്റനൻസ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. സമ്മറിലാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള റിപ്പയറിങ് നടക്കുന്നത്. നമ്മൾ നോക്കുന്ന ഈ റോഡുകളെല്ലാം ഗട്ടർ റോഡുകളാണ്. വളരെ മനോഹരമായിട്ടുള്ള ഗട്ടർ റോഡുകളിലൂടെ വൈഫാണ് ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞുള്ള തുരങ്കങ്ങൾ അങ്ങനെ കിടക്കുന്നു, നീണ്ടു നിവർന്ന് കിടക്കുന്ന തുരങ്കങ്ങൾ. ഹാൾസ്റ്റാറ്റിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ ഹെറിറ്റേജ് വ്യൂ ആണ് അവിടെ ഉള്ളത്. ഹാൾസ്റ്റാറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ സൂപ്പറാണ്. അവിടെ നമുക്ക് സാൽസ്ബുർഗ് ഉണ്ട് സന്ദർശിക്കാൻ. പിന്നെ അതിന് കയറാനൊക്കെ ട്രോം വഴി വേണം നമുക്ക് മേളിലോട്ട് കയറാനൊക്കെ. വരുന്ന വഴി നിങ്ങൾക്ക് അതെല്ലാം കാണാൻ പറ്റും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഐസെല്ലാം വളരെ കൂടിയ ഒരു ടൈമായിരുന്നു. നമ്മളുടെ കയ്യിൽ ചെയിനുണ്ട്, പക്ഷേ വിൻ്റർ ടയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെയിൻ ഇടേണ്ടി വരുന്നില്ല. ചെയിൻ ഇടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായാൽ ചെയിൻ ഇട്ടേ പറ്റൂ. മുന്നോട്ട് കുതിക്കും തോറും നമ്മളുടെ ഹൈബ്രിഡ് റൂട്ട് കാണിച്ചു തരുന്ന ഓരോ വഴികളും മനോഹരിതയായിട്ട് തന്നെ തോന്നി. രാത്രിയൊക്കെ ഡ്രൈവ് ചെയ്യാൻ നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഈ കണ്ടതാണ് ഓസ്ട്രിയയുടെ ഗുഹാമുഖം എന്ന് പറയുന്ന ഏറ്റവും വലിയ ടണലാണ്. ഓസ്ട്രിയയിൽ വെച്ചിട്ട് ഒരുപാട് ടണൽസുകളുണ്ട്. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ടണലാണിത്. 6 കിലോമീറ്ററോളം ഏകദേശം നീളമുണ്ട്. വളരെ 2 വേ ആണുള്ളത്. ഒരെണ്ണം ഇന്നും ഒരെണ്ണം ഉണ്ട്. അബാനും വൈഫും ഞാനും മാത്രമേ ഉള്ളതാണ്. സാധാരണ നമ്മൾ 2 ട്രിപ്പൊക്കെ ആയിട്ട് വരുന്നതാണ്. വേറെ ഫാമിലിയൊക്കെ കൂടെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഹാൾസ്റ്റാറ്റിലേക്ക് ഇനി ഇവിടെ നമ്മൾ വിശ്രമിക്കാനുള്ള ഒരു പദ്ധതിയാണ് നോക്കുന്നത്. ഹൈബ്രിഡ് മോഡ് ഓൺ ആക്കി €100 ഏകദേശം 30,000 രൂപയൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ റേറ്റ് എന്ന് പറയുന്നത്. അത് കാരണമായിട്ട് നമ്മളൊന്ന് ഹോട്ടൽ എടുത്തില്ല, പകരം ക്യാമ്പ് സ്റ്റേയും കിട്ടിയില്ല. അപ്പോൾ നമുക്ക് വീണ്ടും ഈ ഒരു ഹാൾസ്റ്റാറ്റിലൂടെ നമുക്ക് കയറുകയാണ്. ഈ കാണുന്നത് ഒരു ഡോർഫാണ് കേട്ടോ. ഹാൾസ്റ്റാറ്റിനുള്ളിലെ കുറച്ച് ഗ്രാമീണ പ്രദേശങ്ങളെ പോലെ തോന്നിക്കും. വളരെ മനോഹാരിതയാണിത്. തടികളാൽ നിർമ്മിതിയുള്ള കുറച്ച് വീടുകൾ, ഗ്യാരേജുകൾ, ഫാമിൻ്റെ എക്യുപ്മെൻറ്റ്സുകൾ വെക്കാനുള്ള ഗ്യാരേജുകൾ, ഇതൊക്കെ വീടുകൾ കണ്ടില്ലേ. ഇവിടെ എല്ലാം ഇങ്ങനെ വെളിയിൽ കാണുന്നെങ്കിലും ഉള്ളിൽ വളരെയധികം സൂപ്പർ ഫെസിലിറ്റികളാണുള്ളത്. വെളിയിൽ ഒരു വീട് നിർമ്മിതിക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ എങ്ങനെയായിരിക്കണമെന്ന് ഇവിടെ ഒരു ഫോളോ അപ്പ് ഉണ്ട്. അതിനനുസരിച്ച് വേണം എല്ലാ വീടുകളും നിർമ്മിക്കാൻ. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ആ വഴികളിലൂടെയുള്ള ഭംഗിയായിട്ടുള്ള വ്യൂകളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാം ഒരു യുണീക്ക് ഡിസൈനിലാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ ആയിരുന്നു ഒരു ഹോട്ടൽ നമ്മൾ ആദ്യമേ ബുക്ക് ചെയ്യാൻ നോക്കിയിരുന്നത്. ഇവിടെ വളരെയധികം കോസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ അവോയ്ഡ് ചെയ്ത് പോയത്. അപ്പം നമ്മൾ വീണ്ടും ഹാൾസ്റ്റാറ്റിലുള്ള സാൽസ്ബർഗിൻ്റെ ടോപ്പിലേക്കാണ് നമുക്ക് പോകേണ്ടുള്ളത്. സാൽസ്ബുർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് കടലിൻ്റെ അടിയിൽ ആയിരുന്ന ഈ പർവ്വതമായിരുന്നു ഈ സാധനമൊക്കെ കടലിൻ്റെ അടിയിലായിരുന്നു. അപ്പം ഇവിടുന്ന് പിന്നെ എന്ത് ചെയ്ത് കടലിൽ ഇറങ്ങിപ്പോയാണ് ഉണ്ടായത്. അതായത് നമ്മുടെ ശിലാഫലകങ്ങളുടെ മൂവ്മെൻറ്റ് മൂലം, അതായത് പാഞ്ചിയയും പന്തലാസയും, പാഞ്ചിയ എന്ന് പറയുന്ന ഒറ്റ ഭൂഖണ്ഡവും പന്തലാസ എന്ന് പറയുന്ന ഒറ്റ സമുദ്രമായിരുന്നല്ലോ പണ്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പാഞ്ചിയ 2ആയിട്ട് വിഭജിച്ച് യുറേഷ്യയും ഗോണ്ട്വാന ലാൻഡും ഒക്കെ ആയിരുന്നു. അതിനുശേഷം വീണ്ടും വൻകരകളെല്ലാം രൂപപ്പെട്ട് അതിനിടയ്ക്കുണ്ടായ മടക്ക് പർവ്വതമാണ് ആൽപ്പ് മടക്ക് പർവ്വതങ്ങൾ എന്ന്. അപ്പോൾ ഈ ആൽപ്സിൻ്റെ ഈ ഭാഗത്തുണ്ടായിരുന്ന കടലെന്ന് പറയുന്നത് മലയിടുക്കുകളിൽ ആവുകയും എന്നിട്ട് ഈ മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെട്ട സമയത്ത് എന്ത് ചെയ്ത് ഈ ഉപ്പ് ഇതിനുള്ളിൽ അകപ്പെടുകയും ചെയ്തു. അപ്പം ഇതിനെ എന്ത് ചെയ്യും, ഇതിനെയാണ് മൈൻ ചെയ്തിട്ട് ഈ ആൽപ്പൻ പർവ്വതത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ സെയിം സീ സാൾട്ടിനെ നമ്മൾ വെളിയിലോട്ട് എടുക്കുന്നു. ഇതാണ് ഇവിടെ സാൽസ്ബർഗിനകത്തുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ നമുക്ക് സാൽസ്ബർഗിലേക്ക് പോകുന്ന വഴിയിലുള്ള ദൃശ്യചാരുതകളൊക്കെ കാണാം. ഈ കാണുന്നത് ഒരു ഡോർഫാണ് കേട്ടോ. ഹാൾസ്റ്റാറ്റിനുള്ളിലെ കുറച്ച് ഗ്രാമീണ പ്രദേശങ്ങളെ പോലെ തോന്നിക്കും. വളരെ മനോഹാരിതയാണിത്. തടികളാൽ നിർമ്മിതിയുള്ള കുറച്ച് വീടുകൾ, ഗ്യാരേജുകൾ, ഫാമിൻ്റെ എക്യുപ്മെൻറ്റ്സുകൾ വെക്കാനുള്ള ഗ്യാരേജുകൾ, ഇതൊക്കെ വീടുകൾ കണ്ടില്ലേ. ഇവിടെ എല്ലാം ഇങ്ങനെ വെളിയിൽ കാണുന്നെങ്കിലും ഉള്ളിൽ വളരെയധികം സൂപ്പർ ഫെസിലിറ്റികളാണുള്ളത്. വെളിയിൽ ഒരു വീട് നിർമ്മിതിക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ എങ്ങനെയായിരിക്കണമെന്ന് ഇവിടെ ഒരു ഫോളോ അപ്പ് ഉണ്ട്. അതിനനുസരിച്ച് വേണം എല്ലാ വീടുകളും നിർമ്മിക്കാൻ. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ആ വഴികളിലൂടെയുള്ള ഭംഗിയായിട്ടുള്ള വ്യൂകളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
ഇതെല്ലാം ഒരു യുണീക്ക് ഡിസൈനിലാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയായിരുന്നു ഒരു ഹോട്ടൽ നമ്മൾ ആദ്യമേ ബുക്ക് ചെയ്യാൻ നോക്കിയിരുന്നത്. ഇവിടെ വളരെയധികം കോസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ അവോയ്ഡ് ചെയ്ത് പോയത്. അപ്പം നമ്മൾ വീണ്ടും ഹാൾസ്റ്റാറ്റിലുള്ള സാൽസ്ബർഗിൻ്റെ ടോപ്പിലേക്കാണ് നമുക്ക് പോകേണ്ടുള്ളത്. സാൽസ്ബുർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് കടലിനടിയിൽ ആയിരുന്ന ഈ പർവ്വതമായിരുന്നു ഈ സാധനമൊക്കെ കടലിനടിയിലായിരുന്നു. അപ്പം ഇവിടുന്ന് പിന്നെ എന്ത് ചെയ്ത് കടൽ ഇറങ്ങിപ്പോയാണ് ഉണ്ടായത്. അതായത് നമ്മുടെ ശിലാഫലകങ്ങളുടെ മൂവ്മെൻറ്റ് മൂലം, അതായത് പാൻജിയയും പന്തലാസയും, പാൻജിയ എന്ന് പറയുന്ന ഒറ്റ ഭൂഖണ്ഡവും പന്തലാസ എന്ന് പറയുന്ന ഒറ്റ സമുദ്രമായിരുന്നല്ലോ പണ്ടുണ്ടായിരുന്നത്. അപ്പോൾ പാൻജിയ രണ്ടായിട്ട് വിഭജിച്ച് യുറേഷ്യയും ഗോഡ്വാന ലാൻഡും ഒക്കെ ആയിരുന്നു. അതിനുശേഷം വീണ്ടും വൻകരകളെല്ലാം രൂപപ്പെട്ട് അതിനിടയ്ക്കുണ്ടായ വടക്ക് പർവ്വതമാണ് മടക്ക് പർവ്വതങ്ങൾ എന്ന്. അപ്പോൾ ഈ ആൽപ്സിൻ്റെ ഈ ഭാഗത്തുണ്ടായിരുന്ന കടലെന്ന് പറയുന്നത് മലയിടുക്കുകളിൽ ആവുകയും എന്നിട്ട് ഈ മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെട്ട സമയത്ത് എന്ത് ചെയ്ത് ഈ ഉപ്പ് ഇതിനുള്ളിൽ അകപ്പെടുകയും ചെയ്തു. അപ്പം ഇതിനെ എന്ത് ചെയ്യും, ഇതിനെയാണ് മൈൻ ചെയ്തിട്ട് ഈ ആൽപ്പൻ പർവ്വതത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ സെയിം സീ സാൾട്ടിനെ നമ്മൾ വെളിയിലോട്ട് എടുക്കുന്നു. ഇതാണ് ഇവിടെ സാൽസ്ബർഗിൽ. ഇവിടെയാണ് സാധാരണ ഞങ്ങൾ ഓസ്ട്രേലിയ വരുന്ന വഴിക്ക് ഒരു ഹബ്ബായിട്ട് നമ്മൾ ഇടുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് WC വാഷ്റൂം, നമുക്ക് ചൂടുവെള്ളം കുളിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. മാത്രമല്ല ആ ഒരു ടോയ്ലറ്റ് എല്ലാം ഹീറ്റിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഏകദേശം -5 ആവുന്ന സമയത്ത് നമ്മൾ ഷിവർ ചെയ്യാൻ തുടങ്ങത്തില്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു വശത്തുള്ള WC നമുക്ക് നല്ലതുപോലെ യൂസ് ചെയ്യാൻ പറ്റും. അവിടെ ടോയ്ലറ്റിൽ നമുക്ക് ടോയ്ലറ്റിൽ പേപ്പർ, സാനിറ്ററി നാപ്കിൻസ്, എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടാവും. കാരണം അത്രയ്ക്ക് ക്ലീൻ ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു WC ആണ് ഇവിടെ ഉള്ളത്. മാത്രമല്ല ഇവിടെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹെറിറ്റേജ് വ്യൂ നമ്മളിനി കുറച്ച് കഴിയുമ്പോൾ മേളിൽ നിന്നാണ് കാണുന്നത്. ആ ഒരു മലയാണ് സാൽസ്ബുർഗ് എന്ന് പറയുന്നത്. സാൾട്ട് മല എന്നാണ് ഇതിന് പറയുന്നത്. ഏകദേശം 7000 വർഷത്തോളമായിട്ട് മൈനിങ് നടക്കുന്ന ഒരു മലയാണ് ഈ സാൾട്സ്ബുർഗിലെ സാൾട്ട് മല എന്ന് പറയുന്നത്. ഇതിൽ തന്നെ കുറേ താറാവുകളും ഒക്കെ ഉണ്ട് അതിനകത്ത്. ഈ തണുപ്പത്ത് എങ്ങനെ ഇതുങ്ങളൊക്കെ തുള്ളിക്കളിക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഏകദേശം 4 ഡിഗ്രി 3 ഡിഗ്രി 4 ഡിഗ്രിയാണ് ഇപ്പോൾ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കേട്ടോ. ഏകദേശം നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണെന്ന് തോന്നുന്നു. പക്ഷേ ചെറിയ രീതിയിലൊരു മഴ പൊടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി മൊത്തം നമ്മുടെ ഹൈബ്രിഡിൽ ഇവിടെയാണ് കിടന്ന് ഉറങ്ങിയത്. മാത്രമല്ല നമ്മൾ ഒരു കോഫിയൊക്കെ കുടിക്കാൻ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാഷ്റൂം, മനസ്സിലായില്ലേ? ഒരു സൈഡിൽ സ്ത്രീകൾക്കും ഒരു സൈഡിൽ പുരുഷന്മാർക്കും, ഒരു സൈഡിലായിട്ട് വികലാംഗർക്കുള്ള ഒരു 3 ടോയ്ലറ്റ് അടങ്ങുന്ന ടോയ്ലറ്റ്. ചെറുതല്ല, വലുതാണ് കേട്ടോ. നല്ലൊരു ടോയ്ലറ്റ് ഫെസിലിറ്റിയാണ് ഉള്ളിലുള്ളത്. വീണ്ടും സാൾസ്ബുർഗിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ കാണുന്ന ഈ ഒരു മലയുടെ ഇടയിലൂടെയുള്ള ആ ഒരു വഴി എന്ന് പറയുന്നത് നമുക്ക് കല്ലുകൾ വന്ന് മേളിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ളൊരു ആർച്ചിലൂടെ കോൺക്രീറ്റുകളാൽ റീൻഫോഴ്സ് ചെയ്തിട്ട് നമുക്ക് സർക്കാർ തരുന്നത്. അപ്പം നല്ലൊരു റോഡാണ്. ഹെറിറ്റേജ് വ്യൂവിൽ നിന്നും കാണുന്ന വശത്തുള്ള ലേക്കിൽ കൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ കാണുന്നതാണ് സാൽസ്ബുർഗ് എന്ന് പറയുന്ന സാൾട്ട് മല. പല രീതിയിലുള്ള നിർമ്മിതികൾ നമ്മൾക്ക് കാണാൻ കഴിയും. ആൽപ്സ് പർവ്വതങ്ങളുടെ ഇടയിലുള്ള ഒരു ഗ്രാമമാണ് ഹാൾസ്റ്റാട്ട് എന്ന് പറയുന്നത്. ഓസ്ട്രിയയിൽ വരുന്നവർക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു ഗ്രാമവുമാണ് ഹാൾസ്റ്റാട്ട് എന്ന് പറയുന്നത്. ഈ കാണുന്ന മലയുടെ മുകളിലേക്ക് കയറണമെങ്കിൽ നടന്നും അല്ലാതെ ട്രോം വഴിയും കേബിൾ കാർ വഴിയും നമുക്ക് കയറാൻ പറ്റും. ആ കാണുന്ന ഒരു ഭാഗമാണ് നമുക്ക് കയറാനുള്ളത്. ട്രോമിൻ്റെ പാളങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്കിവിടെ കാർ പാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫ്രീ പാർക്കിംഗ് അല്ല. നമ്മൾക്ക് ഏകദേശം ഒരു 1000 രൂപയോളം ഇതിന് ചിലവ് വരുന്നതായിരിക്കും. 500 രൂപ മുതൽ 1000 രൂപ വരെയാണ് ഇതിൻ്റെ ഒരു പാർക്കിംഗ് ചാർജ് എന്ന് പറയുന്നത് ഏകദേശം. ആ കാണുന്ന പാളത്തിന് മേളിലൂടെ 2 ട്രോമുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത് കാണാൻ പറ്റും. ഒരു ചേഞ്ചിങ് അവിടെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മേളിലോട്ട് കയറി പോകുന്നുണ്ടല്ലേ, ഒരെണ്ണം മേളിലോട്ട് കയറി പോകുമ്പോൾ ഒരെണ്ണം താഴേക്ക് ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് വേഗം തന്നെ സാൽസ്ബുർഗിൻ്റെ മേളിലേക്ക് എത്താൻ പറ്റും. അപ്പം നമുക്ക് ഇവിടെ നിന്നുള്ള ദൃശ്യമാണ് എടുത്തത്. ഇനി നമുക്ക് പാർക്കിങ്ങിലേക്ക് അന്വേഷണമാണ്. പാർക്കിങ്ങിലേക്ക് പോയി ചേരുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു എയിം.
300 meter. സാൾസ്ബുർഗിൻ്റെ ഏകദേശം ട്രോം എൻട്രൻസിലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ട്രോമിലൊക്കെ കയറി വേണം മേളിലേക്ക് കയറാൻ. ഇതിന് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് പാർക്ക് ചെയ്തതിന് ശേഷം വേണം ടിക്കറ്റ് എടുക്കാൻ. നമ്മൾ ഹിസ്റ്ററി ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഓസ്ട്രിയ കാണുക എന്നുള്ളത്. ദൈവം മുഴുവൻ സഹായിച്ച് അതിന് ഒരു കാരണമായിട്ട് വരാൻ പറ്റിയൂടെ. വളരെ മനോഹരമായിട്ടുള്ള കോടയാണ് ഇതിൽ ഇപ്പോൾ കാണുന്നത്. രാവിലെ ഏകദേശം 11 മണി, ഏകദേശം 10-11 മണിയോളം ആവാറായിരിക്കുന്നു. അപ്പോൾ ഉള്ള കോടയാണിത് കേട്ടോ. അപ്പോൾ നമുക്ക് വിൻ്റർ ടൈമിലെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഹെവി ഐസിങ് ഒക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയിൻ ഡ്രിവൺ ഇല്ലാതെ നമുക്ക് വരാൻ ഈ ഭാഗത്തോട്ടൊക്കെ പാടാണ്. അത് മാത്രമല്ല, ചെയിൻ ഡ്രിവൺ മാത്രമല്ല, നമുക്ക് M+S ആയിട്ടുള്ള ടയറുകളോ അല്ലെന്നുണ്ടെങ്കിൽ പ്യുവർ വിൻഡോ ടയറുകൾ വേണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ വിൻഡോ ടയറുകൾ വേണമെന്നാണ്. ഫുൾ ടൈം വിൻഡോ ടയർ ഇട്ടുകൊണ്ട് ഓടിക്കുകയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് പേഴ്സണലി. അപ്പം നമുക്കിനി പതുക്കെ ടിക്കറ്റ് എടുത്ത് മേളിലേക്ക് കയറാം. ഇതിൻ്റെ പല പല ആംഗിൾസിൽ നിന്നുള്ള വീഡിയോകളാണ് ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു എക്സ്ചേഞ്ചാണ് അവിടെ നടക്കുന്നത്, കണ്ടില്ലേ? അതായത് ഒരു ട്രോം വലതുവശത്തുകൂടി മേളിലേക്ക് കയറുമ്പോൾ ഇടതുവശത്തേക്ക് താഴോട്ട് വരുന്നു, കണ്ടില്ലേ? അതായത് യൂറോപ്യൻ ഡ്രൈവിംഗ് സിസ്റ്റം പോലെ തന്നെയാണ് ഇവിടെയും കാണുന്നത്. ഈ മലയ്ക്ക് മേളിൽ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ്. 7000 വർഷങ്ങളായിട്ട് മൈൻ ചെയ്യുന്ന സ്ഥലങ്ങളാണ് കേട്ടോ, 7000 വർഷങ്ങളായിട്ട്. അപ്പോൾ നമുക്ക് ഏകദേശം പ്രതീക്ഷിക്കാം എത്രയോ തലമുറകൾ ഇതിൽ നിന്നും സാൾട്ട് എടുത്തുകൊണ്ടിരുന്നിരുന്നു. ഇവിടെ നിന്ന് ഏകദേശം 1500-2000 കിലോമീറ്ററോളമാണ് കടലിറങ്ങി പോയിട്ടുള്ളത്. ഇപ്പോഴത്തെ ബാൾട്ടിക് സീക്ക് ഏകദേശം നിങ്ങൾക്ക് ഇവിടെ ഹിസ്റ്ററികളൊക്കെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. 7000 വർഷങ്ങളുടെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ 9 മണിക്ക് ഓപ്പൺ ആക്കുമെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് കേട്ടോ. മൊത്തം കൂടി 98 യൂറോ ആയിരുന്നു. വേറെ ചാർജുകളില്ല. കേട്ടില്ല. നമ്മൾ ട്രോമിലാണ് പോകുന്നത്. കാരണം ഇത് നല്ല ചെങ്കുത്തായ മലയിലോട്ട് കയറിപ്പോകാൻ സാധനമാണ്. കണ്ട് ചെറിയൊരു ഉൾക്കിടങ്ങളുണ്ട്. പക്ഷേ മോക്കൊക്കെ അങ്ങനെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ സ്കാൻ ചെയ്തിട്ട് വേണം. ഇത് കൗണ്ടറാണ്. ഈ കൗണ്ടറിലൂടെ വേണം എത്ര പേര് ഉള്ളിലോട്ട് പോയിട്ടുണ്ട് എന്ന് കൗണ്ട് ചെയ്യും ഗവൺമെൻറ്. അപ്പോൾ ഇതെല്ലാം സിസ്റ്റമാറ്റിക്കലി ഇത് നടക്കും, എത്ര പേർക്ക് കയറാൻ പറ്റുന്നുള്ളത്. ഇനി എത്ര പേർക്ക് അതിനകത്ത് ഉള്ളിലേക്ക് പ്രവേശനമുണ്ടെന്നുള്ള കാര്യം കൂടിയാണ് കാണിക്കുന്നത്. നമ്മളിവിടെ വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾക്ക് ട്രോമിനുള്ളിലേക്ക് പ്രവേശിക്കാം. അതിനകത്ത് ആളുണ്ട് കണ്ടോ, അയാളെ കൺട്രോൾ ചെയ്യുന്നത്. Denken Sie an die Möglichkeit einer Notbremsung oder verwenden Sie Haltstellen oder അവൻ എവിടെയാ? Like
മേളിൽ നിന്നൊക്കെ വളരെ പേടിപ്പെടുത്തുന്ന രീതിയിലാണെങ്കിൽ കൂടിയും അതിൻ്റെ മനോഹാരിത നല്ല രസമാണ് കേട്ടോ. ഹെറിറ്റേജ് വ്യൂ ആണ് ഈ മേളിൽ നിന്ന് കാണുന്നത്. ഓസ്ട്രേലിയയിലാണ് ഈ ഹെറിറ്റേജ് വ്യൂ വളരെ ഫേമസ് ആണ്. ഏകദേശം 2000-ൽ എൻ്റെ ഒരു അങ്കിള് ഏകദേശം കുറേ ഫോട്ടോകൾ കൊണ്ടുവരാനുണ്ടായിരുന്നു. അത് സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് നമുക്ക് ക്രിസ്മസ് കാർഡിലൊക്കെ കിട്ടുന്ന ഫോട്ടോകളാണ്. അപ്പോൾ അതിൽ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. അന്ന് ഭയങ്കര എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ എപ്പോഴെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന്. ദൈവം നമ്പരെ സഹായിച്ച് നമുക്ക് ഇവിടെ ഒന്ന് വരാൻ പറ്റി. അപ്പം നമ്മൾ ഈ കാണുന്നതാണ് വേൾഡ് ഹെറിറ്റേജ് വ്യൂ. അപ്പോൾ ഇതിൻ്റെ വഴിയുടെ സൈഡിലൂടെ പോകുമ്പോൾ നമുക്ക് ഓരോ വീഡിയോസൊക്കെ എടുക്കാനും ഒക്കെ പറ്റും. നല്ല കോടമഞ്ഞും ഒക്കെയുള്ള ഒരു മനോഹരമായ ഒരു ദൃശ്യചാരുതയാണിത്. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ നിങ്ങൾക്ക് കാണാനുള്ള കാഴ്ചകൾ മാത്രമാണുള്ളത്. വേറെ കമൻറ്റേറ്ററി ഒന്നുമില്ല. സ്വന്തമായിട്ട് കണ്ടു മനസ്സിലാക്കിയുള്ളൂ എന്നുള്ളതാണ്. എന്താ വ്യൂ എന്നറിയോ? ഇതാണ് ഈ ഒരു അടയാളമാണ് ഇതിൻ്റെ സാൽസ്ബർഗിൻ്റെ അടയാളം എന്ന് പറയുന്നത്. ഒരു ചുറ്റികയും ഒരു ചിപ്പിംഗ് ഹാമറും. ഇവിടെ എല്ലാവരും കൊണ്ടുവന്ന് പൂട്ടൊക്കെ ഇടാറുണ്ട്. കാമുകന്മാർ, ഭർത്താവ് ഭാര്യക്കന്മാർ എല്ലാം ഇവിടെ നിന്ന് അവരുടെ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലവ് ലോക്ക് അവിടെ ഇടാറുണ്ട്. മുകളിൽ നിന്നുള്ള ആ ഒരു ദൃശ്യഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാം. സർവേശ്വരൻ്റെ മഹത്തായ കയ്യൊപ്പുകൾ നിറഞ്ഞ വഴിധാരയിലൂടെ മുന്നോട്ട് നീങ്ങാൻ ആരംഭിക്കുകയാണ്. ഇത് സാൽസ്ബർഗിൻ്റെ മുകളിലുള്ള ഒരു ഹോട്ടൽ. നല്ല മനോഹരമായിട്ടുള്ള വ്യൂകളാണ് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. അവരോട്ടൊരു മേളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അവരെ വിളിക്കുകയാണ്. എനിക്ക് ഈ ഒരു ഹെറിറ്റേജ് വ്യൂന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. അത്രയ്ക്ക് മനോഹരിതയായിട്ടിരിക്കുകയാണ് ആ ഒരു മേഘാവൃതമായ അന്തരീക്ഷത്തിലൂടെ. സൂപ്പർ വ്യൂ ഇങ്ങനെ കണ്ടില്ലേ. വീണ്ടും അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞാൻ വീണ്ടും മേളിലോട്ട് പോവുകയാണ്. മേളിലേക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി കാണാം. കൊറിയൻ ഭാഷയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടർ റൊമാൻറ്റിക്കിൻ്റെ 1-2 ഡയലോഗ്സ് ചുമ്മാ അടിച്ചു. അപ്പോൾ അവർ എനിക്കൊരു റെസ്പോൺസൊക്കെ തന്നു. ഇനി നമ്മൾക്ക് കാണാനുള്ളത് ഒരു ഗ്രേവാണ്. ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അസ്ഥി കൂടെ ഇവിടെ നിന്ന് കിട്ടാനുണ്ട് ഈ സാൽസ്ബർഗിനുള്ളിൽ നിന്നും. അപ്പോൾ ആ ഒരു മനുഷ്യൻ്റെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. മനുഷ്യൻ്റെ എന്തൊക്കെയാണ് കിട്ടിയെന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ ഒരു മനുഷ്യൻ്റെ കംപ്ലീറ്റ് അസ്ഥികൂടങ്ങളും എല്ലാം ഈ ഒരു സാൽസ്ബർഗിൻ്റെ മലയ്ക്കുള്ളിൽ നിന്നും കിട്ടിയതാണ് എക്സ്കവേഷൻ ചെയ്ത സമയത്ത്. അപ്പോൾ ആ ഒരു വളരെ പുരാതനമായിട്ടുള്ള ആ ഒരു വുഡൻ ഈ എർത്ത് വെയർസൊക്കെ അതിനകത്ത് വെസൽസുകൾ, പാത്രങ്ങൾ എല്ലാം ഇതിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കിയോളജിക്കൽ ഡിഗ് വഴിയാണ് ഇതെല്ലാം മെറ്റീരിയൽസ് എല്ലാം പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ കാലത്ത് ആ ഒരു മനുഷ്യൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു വലുതാണ് കേട്ടോ. നല്ല നീളമൊക്കെ കണ്ട, എന്ത് നീളമാണെന്ന് നോക്കുകയാണേ. കൈ കാല് ഒക്കെ ഭയങ്കര നീളമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇദ്ദേഹത്തെ കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭരണിക്കുള്ളിൽ നിന്നാണ് ഇത് കിട്ടിയത് കേട്ടോ. ഒരു വലിയ ഭരണിക്കുള്ളിലാണ് ഇതിനെ അടക്കം ചെയ്യപ്പെടും. മമ്മിഫിക്കേഷൻ ചെയ്തിട്ട് മമ്മിയിലാണ് ആക്കി വെച്ചിരുന്നത്. ആ ഒരു മമ്മിയുടെ ബോക്സൊക്കെയാണ് ആ കാണുന്നത്. ഈ ഭരണിയൊക്കെ അതിനകത്തുനിന്ന് കിട്ടിയതാണ് കേട്ടോ. ഈ ഭരണിയും ഇതിൽ നിന്ന് കിട്ടിയ കുറേ ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണ് ഈ ഇതുണ്ട്. എനിക്ക് തോന്നുന്നു ശിലായുഗ മനുഷ്യനാണോ എന്ന് എനിക്കറിയാൻ വയ്യ. 7000 വർഷമൊക്കെ ആകുമ്പോൾ ശിലായുഗ മനുഷ്യനായിരിക്കുമല്ലേ. കാരണം ഉപ്പൊക്കെ തേടി ഉള്ളിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിനുള്ളിൽ ഇപ്പോൾ ട്രെയിനൊക്കെ ഉപയോഗിച്ചിട്ടാണ് പോണത്. അപ്പോൾ ഒരു മമ്മിയാണ് കേട്ടോ. ആ ഒരു മമ്മിയുടെ രൂപമാണിത്. യഥാർത്ഥ സാധനങ്ങളാണ് കേട്ടോ. കിട്ടിയ സാധനങ്ങൾ അതേപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഓസ്ട്രിയ അത് കറക്റ്റായിട്ട് വെച്ചിരിക്കുകയാണ്. സ്വർണ്ണമാണോ എന്നൊന്നും എനിക്കറിയില്ല. സ്വർണ്ണമായിരിക്കാൻ വഴിയുണ്ട് കേട്ടോ. എന്തായാലും ആ മനുഷ്യന് അവിടെ സാൾട്ട് മൈനിനുള്ളിൽ വെച്ച് മരണപ്പെട്ട ആ ഒരു വലിയ മനുഷ്യൻ്റെ ആ ഒരു എല്ലും കൂടെ കണ്ടില്ലേ, എന്തോ നീളമാണെന്ന് നോക്കിക്കണേ. വീണ്ടും മേളിൽ നിന്ന് ആ ഒരു വ്യൂ ആണ്. ആർക്കിയോളജി ആ ഒരു കരയെടുത്ത ആ ഒരു ഗ്രേവ് യാർഡിൻ്റെ മേളിൽ നിന്നും ഇവിടെയൊക്കെ വശങ്ങളിൽ ശരിക്കും പേരുടെ മൃതദേഹങ്ങൾ ഇതിൻ്റെ മണ്ണിനടിയിലുണ്ട് കേട്ടോ. കാരണം 7000 വർഷങ്ങളായിട്ട് ഇവിടെയൊക്കെയാണ് അടക്കുന്നത്.
കാരണം ഈ സാൾട്ട് മൈനിൽ പോയി മരണപ്പെടുന്നവരുടെ എണ്ണം ചില്ലറയല്ലേ, ഒരുപാട് പേരുണ്ട്. കാരണം ഇപ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള വാഹന സംവിധാനങ്ങൾ, അതായത് ട്രോം വഴിക്ക് കയറി വരാനൊക്കെ പറ്റിയത്. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഓരോ മൈനിൻ്റെ എൻട്രൻസുകളായിരുന്നു കേട്ടോ. കണ്ടില്ലേ, അവിടെ അതുമാത്രമല്ല ഗ്രേവി യാർഡുകളൊക്കെയാണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യന്മാരുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ് കേട്ടോ. വീണ്ടും ഭംഗിയുള്ള ആ ഒരു വഴികളൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് ഞാൻ വീണ്ടും മേലോട്ട് പോവുകയാണ്. മേലാണ് സാൽസ്ബർഗിന്റെ ഓഫീസ്. മേലാണ് നമുക്ക് ബൈ വാക്കിങ്ങിൽ നമുക്ക് മലയുടെ ഉള്ളിലേക്ക് പോകാനുള്ളതും. ഇവിടെ എല്ലാം ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ വർഷങ്ങളിലും സംഭവിച്ച കാര്യങ്ങളെ പറ്റിയും ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നും ഇവിടെ എന്തൊക്കെയാണ് ഇവിടുത്തെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളെന്നും മതപരമായിട്ടുള്ള കാര്യങ്ങളെന്നും ഇവരുടെയൊക്കെ ഫ്യൂണറൽ രീതി എങ്ങനെയാണെന്നും എല്ലാം ഇവിടെ ഓരോ ബോർഡുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ വായിച്ചിട്ടാണ് നമ്മൾ ഓരോന്ന് മുമ്പോട്ട് പോകുന്നത്. ഇവിടെയൊക്കെ ഒരുപാട് പേര് മൺമറിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ കലി. കേട്ടോ കലി, അവർക്കെല്ലാം നമ്മൾ നിത്യശാന്തി അതിൻ്റെയൊക്കെ ഒരുപാട് മമ്മീസ് ഇവിടെ ഉണ്ട് കേട്ടോ. 1800-കളിലുള്ള എല്ലാം സ്കള്ള് പെയിൻ്റ് അടിച്ച്, റോമൻ കാത്തലിക് ചർച്ച് പെയിൻ്റ് അടിച്ചിട്ട് സ്കള്ളിനെ മേളിൽ പേര് ആലേഖനം ചെയ്തിട്ട് അവരിവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ദൃശ്യചാരുതകൾ ഒരുപാടുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ ഭയങ്കര ബ്യൂട്ടികളൊക്കെ ആസ്വദിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം സാൾട്ട് മൈനിങ്ങിലേക്ക് നമുക്ക് പോവാം. അവിടെ നിന്ന് എഴുതി വെച്ചിരിക്കുന്ന സാലി ഇതാണ്ടേ, ഇതായി കേട്ടോ. ഇഷ്ടം. എന്തായാലും 22 മിനിറ്റോളം ഏകദേശം ആയി. 24 മിനിറ്റ് 25 മിനിറ്റെങ്കിലും മാക്സിമം വെച്ച് എനിക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഞാൻ കട്ട് ചെയ്തൊന്നും കളയത്തില്ല. എല്ലാ വീഡിയോ അതേ കണക്ക് തന്നെ ഞാൻ സേവ് ചെയ്ത് വയ്ക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ ഇലക്ട്രോ മറൈൻ മാനിയ യൂട്യൂബിൽ ഇതെല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പലതരം വാഹനങ്ങളെ പറ്റിയൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം. എല്ലാ തരമുള്ള വാഹനങ്ങളെ പറ്റിയും ജർമ്മനിയിലുള്ള ഓസ്ട്രേലിയയിലുള്ള ലിമിറ്റഡ് എഡിഷൻ ആയിട്ടുള്ള വാഹനങ്ങളൊക്കെ അതിനകത്ത് നിന്ന് കാണാൻ പറ്റും കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ഇലക്ട്രോ മറൈൻ മാനിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുക. നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. പാർട്ട് 5 വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും, അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളോട് നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് 1782 ഉണ്ടാക്കിയ വീടാണ്. ജിപ്സൊക്കെ ഉണ്ടാക്കിയ വീടാണ്. ജിപ്സിൻ്റെ പവർ വയ്ക്കണം. 891 മീറ്റർ ഉയരത്തിലാണ് വീട് ഇപ്പോൾ നിൽക്കുന്നത്. എപ്പോഴും മഴയും വെയിലും ഒക്കെ തന്നെയാണല്ലോ. ഞാൻ പറയുന്നത് ഇതാണ് വീട് വേണം നമ്മുടെ കേരളത്തിൽ വയ്ക്കാൻ. ഭൂമിയിലൊക്കെ ഉണ്ടായാലും എല്ലാം ഡിസ്റ്റാൻഡ് ചെയ്യും. നല്ല രീതിയിലാണ് വെക്കുന്നത്, പീസ് ബൈ പീസായിട്ട്. ഇതുണ്ടോ സാൾട്ട് മൈൻ. നമ്മൾ ഈ ഒരു സോൾട്ട് മൈനിൻ്റെ അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അകത്തുള്ളത്. നമ്മളങ്ങനെ മനോഹരമായ സോൾട്ട് മൈനിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കാം, ഒരു ഫോട്ടോ എടുക്കാം. അപ്പോൾ വീണ്ടും അടുത്ത പാട്ട് അപ്ലോഡ് ചെയ്തതുവരെ ശുഭദിനം. വീണ്ടും കാണാം. ഗുഡ് ബൈ. Thank you for watching Electro Marine Mania. Jai Hind.